ഇതുവരെ എന്നെ നടത്തിയതോർത്താൽ സ്തുതികളാൽ എന്നുള്ളം നിറഞ്ഞിടുന്നേ. അനർത്ഥങ്ങളൊന്നും ഭവിച്ചിടാതെന്നെ അതിശയമായി നടത്തിയല്ലോ. ഇതുവരെ എന്നെ നടത്തിയതോർത്താൽ സ്തുതികളാൽ എന്നുള്ളം നിറഞ്ഞിടുന്നേ. അനർത്ഥങ്ങളൊന്നും ഭവിച്ചിടാതെന്നെ അതിശയമായി നടത്തിയിടുന്നു. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്കെന്ന വചനം സങ്കീർത്തനങ്ങൾ 6:9, 10, 8, 9 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. യഹോവ എൻ്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. ഈ പലർക്കും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുവോ, എൻ്റെ വേദന കാണുവോ എന്നൊക്കെ ഒരു സംശയം. അതൊരു അസാധാരണമായ വേദന ഹൃദയത്തിൽ വരും. പക്ഷെ ഇവിടെ ദൈവമനുഷ്യൻ പറയുക, എൻ്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു, എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കൈക്കൊള്ളുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ നിഷ്ഫലമായ പ്രാർത്ഥനകൾ നടത്തുന്നവരായിരിക്കത്തില്ല നിങ്ങൾ. ആമേൻ. കാരണം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ആമേൻ. അതെന്താ? കർത്താവ് ഉറപ്പ് തന്നിട്ടുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അതിന് നടുവിലുണ്ടെന്ന് അവൻ ഉറപ്പ് തന്നിട്ടുണ്ട്. ആമേൻ. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരം തരാം. നീ അറിയാത്തതും അഗോചരമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇന്ന് ഈ തിരുവചനം പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കർത്താവ് കേട്ടിരിക്കുക. ആമേൻ. ഒരു ദിവസം സക്രിയാവിൻ്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ശബ്ദം കേൾക്കും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ആമേൻ. പിന്നെ അത്ഭുതങ്ങളുടെ ചില പരമ്പരകളായിരിക്കും. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പറയണം, എൻ്റെ കരച്ചിലിന്റെ ശബ്ദം അവൻ കേട്ടു, ആമേൻ. എൻ്റെ പ്രാർത്ഥന അവൻ കേട്ടിരിക്കുന്നു, ആമേൻ. എൻ്റെ യാചനകൾ, എൻ്റെ അപേക്ഷകൾ അവൻ കൈക്കൊണ്ടിരിക്കുന്നു. ആമേൻ. കൈക്കൊള്ളുമെന്നല്ല, ഉറപ്പായിട്ട് കൊണ്ടിരിക്കുന്നു. ആമേൻ. അതെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കൈക്കൊള്ളുന്നു എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ആമേൻ. ഉറപ്പായിട്ടും പ്രാർത്ഥനകൾ കേട്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇനിയും വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഉത്തരങ്ങളായി നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന നിങ്ങൾക്ക് കാണാം. ആമേൻ. ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ഇന്ന് ഞങ്ങളെ രാവിലെ കേൾപ്പിച്ച വചനത്തിന് നന്ദി പറയും. ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കുന്നവൻ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവൻ. കർത്താവെ, അങ്ങ് ഉയരത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊണ്ട് അതിന് മറുപടികൾ നൽകുന്നതിന് നന്ദി പറയുന്നു. ഇനി രാവിലെ സമയം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഈ നിമിഷം വരെ കർത്താവിടെ ജീവിതത്തിൽ ഭാരങ്ങളിൽ അവർ കർത്താവെ അങ്ങയോട് നിലവിളിച്ച പ്രാർത്ഥനകൾക്കെല്ലാം അങ്ങ് മറുപടികളെ കൊടുക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, മറുപടികൾ കർത്താവ് അങ്ങയുടെ പക്കലുണ്ട്. കർത്താവെ യേശു, അങ്ങ് ഉത്തരങ്ങൾ, മറുപടികൾ, വിടുതലുകളെല്ലാം അങ്ങ് അയക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, പ്രാർത്ഥനയുടെ ആഴമേറിയ തലത്തെ ഇന്ന് ഞങ്ങൾക്കായി അങ്ങ് തുറക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിരാശയോടെ നിങ്ങൾ നടക്കരുത്, ദുഃഖത്തോടെ നടക്കരുത്. പറ, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എൻ്റെ യാചനയുടെ ശബ്ദം അവൻ കേട്ടിരിക്കുന്നു, എനിക്ക് മറുപടി അവൻ അയക്കുന്നു. ആ ഉറപ്പോടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ ആരംഭിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് ഈ കുടുംബത്തെ, ഈ തലമുറയെ, കർത്താവെ, ഈ മിനിസ്ട്രിയെ, ഈ പ്രിയപ്പെട്ടവരുടെ ബിസിനസ്സിനെ, ഉപജീവന മാർഗത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അവരൊത്തിരി വിഷയങ്ങൾ ദൈവസ്ഥാനിൽ വെച്ചിട്ടുണ്ട്. കേട്ടെന്നതിൻ്റെ തെളിവുകൾ അവരുടെ ലൈഫിലുണ്ടാകട്ടെ. അവർ സുരക്ഷിതമായി ആരോഗ്യത്തോടെയും ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. അവരെ അനുഗ്രഹിച്ച് ഈ ദിവസത്തെ അവർക്ക് അനുഗ്രഹമാക്കി മാറ്റി പ്രാർത്ഥിക്കുന്നു.
യേശുവിൻ നാമത്തിൽ. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. ഉറപ്പായിട്ട് ഈ വചനത്തെ നിങ്ങൾ പറയുക. എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു, എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന എൻ്റെ കർത്താവ് കൈക്കൊണ്ടിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ശലോം.